ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന താരങ്ങളുടെ പേരോ വാർത്തയോ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന ആളുകളുടെ എണ്ണം നമ്മൾ കേട്ട് അമ്പരന്നുകൊണ്ടിരിക്കുകയാണ്. കെനിയോക്ക് പോയി, സഹീഫ് പോയി, ഇപ്പോൾ ഇതാ നിഹാൽ സുധീഷും ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ സ്വന്തമാക്കിയെങ്കിൽ പോലും എത്രമാത്രം എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് വളരെ വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. റൈവ്ലിങ്ങിൽ വളരെ മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെക്കാൻ കപ്പാസിറ്റിയുള്ള താരം തന്നെയായിരുന്നു നിഹാൽ സുധീഷ്. അദ്ദേഹത്തിൻ്റെ എജിലിറ്റിയും അറ്റാക്കിംഗ് ഇൻറ്റൻറ്റും സ്പീഡും ഡ്രിബ്ലിംഗ് മികവും ഫിനിഷിംഗ് കേപ്പബിലിറ്റിയും എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു ക്ലബിന് വളരെ അത്യാവശ്യമായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ ഉപയോഗിക്കാതെ ലോൺ അടിസ്ഥാനത്തിൽ പഞ്ചാബിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ ഒരു കളിയിൽ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി മത്സരത്തിലെ മികച്ച താരമാകാൻ, അതായത് കൊച്ചിയിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സിനെ പഞ്ചാബ് മുട്ടുകുത്തിച്ചപ്പോൾ ആ പോരാട്ടത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ നിഹാൽ സുധീഷിനെയായിരുന്നു. അതേ നിഹാൽ സുധീഷ് ഇനിയും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കില്ല. അദ്ദേഹത്തിനെ ബ്ലാസ്റ്റേഴ്സ് തിരികെ കൊണ്ടുവരും, ഇവിടെ നിലനിർത്തും എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങളെല്ലാം വൃഥാവിലായി എന്നേ പറയാനുള്ളൂ. കാരണം അദ്ദേഹത്തിനെ ഒഡീഷ FC സ്വന്തമാക്കിയിരിക്കുകയാണ്. നിഹാൽ സുധീഷും ഒഡീഷ FCയും തമ്മിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു എന്ന് ഗോവയിൽ നിന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മർഗുലോ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തു. അപ്പം നിഹാൽ സുധീഷ് ഇനി നമുക്കൊപ്പമില്ല. ആള് ഇനി ഒഡീഷയുടെ താരം.